ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ അരീക്കൽ വാട്ടർഫോൾസിന് അടുത്തായിട്ട് അരീക്കൽ ബേർഡ്സ് പാർക്കുണ്ട്. ഇതിപ്പോൾ ട്രെൻഡിങ് സ്ഥലമാണ്, എല്ലാവരും വരുന്ന സ്ഥലമായിട്ട് ഇത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മുതിർന്നവർക്ക് 50ഉം കുട്ടികൾക്കും 30ഉമാണ്. അപ്പോൾ അവർ ഞങ്ങൾക്കൊരു പ്ലേറ്റിനകത്ത് ബേർഡ്സിനകത്തുള്ള ഒരു ഫുഡ് തരും. എന്നിട്ട് നമ്മൾ അങ്ങോട്ടങ്ങ് ചെല്ലുമ്പോൾ തന്നെ എല്ലാ ബേർഡ്സും നമ്മുടെ പ്ലേറ്റിനോട്ട് വന്നിരിക്കും. എന്നിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി തിന്നും. നല്ല രസം, എല്ലാം ബേർഡ്സും കൂടെ കൂടി നിന്നാട്ടോ ആ ചെന്ന്. നല്ല രസമാണ്, വളരെ ഭംഗിയായിരുന്നു. നിങ്ങൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാട്ടോ ഈ അരീക്കൽ ബേർഡ്സ് പാർക്ക് എന്ന് പറയുന്നത്. ഗൈസ്, ഇവിടെ ബേർഡ്സ് മാത്രമല്ല, പലതരം ഇഗ്വാന, പെരും പാമ്പിനെയൊക്കെ ആയിട്ട് അവർ നമുക്ക് തരുന്നത്. ആദ്യമായി അതെൻ്റെ തലയിൽ വെച്ചപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഷോക്കായി. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ തലയിൽ. അപ്പോൾ അതിങ്ങനെ മാറ്റണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവസാനം മാറ്റിയപ്പോഴുണ്ട് എൻ്റെ സമാധാനമായത്. പിന്നെ അമ്മയുടെ ഷോൾഡേഴ്സിലൊക്കെ വിളിക്കുക. എൻ്റെ വാല കണ്ടോ ഗൈസ്, കണ്ടോ എൻ്റെ വാലുണ്ട്. എന്നാ നീളമുള്ള വാല നോക്കിയിട്ട് ഞാനൊക്കെ കണ്ട് തൊട്ട് നോക്കി. നല്ല വാലുണ്ട്. അതിൻ്റെ കളറും നോക്കി ഗൈസ് നിങ്ങൾ. എന്താ നീണ്ടുള്ള വാല് കണ്ടോ. പിന്നെ അമ്മയുടെ തോളത്തട്ട് ഇരിക്കുന്നത്. അത് നമ്മുടെ തലയിലും കയറും, എവിടെയാണെന്ന് വെച്ചാൽ കയറിപ്പം. നമ്മുടെ ഡ്രസ്സിൽ വേണമെങ്കിലും കയറിപ്പം, പുറത്തുനിന്ന് കയറിപ്പം. പിന്നെ അച്ഛനാണ് ഏറ്റവും കൂടുതലും എടുത്തത്. ഞാൻ മറ്റേ പെൺപാമ്പിനൊന്ന് വെച്ച് നോക്കാമെന്നും പറയും. കണ്ടോ ഗൈസ്, എൻ്റെ മുഴുപ്പ് കണ്ടോ ഗൈസ്, വെളുത്ത പാമ്പ്. നല്ല വെളുത്തൊരു പാമ്പാട്ടോ ഗൈസ്. കണ്ടോ അച്ഛന് കണ്ടോ, അച്ഛന് നമ്മുടെ തലയിലും എവിടെ വേണമെങ്കിലും കയറിയിരിക്കും. അച്ഛന് കഴുത്തേൽ മാല പോലെ ഇട്ടേക്കുന്നത്. പിന്നെ ഒത്തിരി ബേർഡ്സ് ഉണ്ടാവുന്നു. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ കയറ് മുറിച്ചെടുക്കാൻ നോക്കുവാണോ? ഇവരുടെ ബീഗ് കണ്ടോ ഗൈസ് നിങ്ങൾ. പിന്നെ ഇതാണ് ഇഗ്വാന. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എടുക്കാൻ സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ കടിക്കും. ഇത് കുറച്ചും കൂടെ ഡേഞ്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ആനിമലാട്ടോ ഇഗ്വാന. അതുകൊണ്ടാണ്. പിന്നെ പലതരം ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടോ ഗൈസ്, പലതരം ബേർഡ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇത് കണ്ടോ ഗൈസ്, ഇതാണ് പാരറ്റ്. ഇതെങ്ങനെ ഇവിടെ കിടന്ന് ഒച്ച ഒളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ കയ്യിലൊക്കെ കയറി കടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും. കടിക്കാൻ ശ്രമിക്കുന്നത് കണ്ടോ. ഒരു നമ്മുടെ അടുത്ത് ചില കുട്ടിക്കളികളൊക്കെ കളിക്കും. അതൊക്കെ കണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നും. അവരുടെ കൂടെ നമ്മൾ കളിക്കാനൊരു മോഹം വരും. ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ വന്ന അടുത്തായിട്ട് അവിടെ അരീക്കൽ ബേർഡ്സ് പാർക്ക് ഉണ്ടാവും. ഉറപ്പായി നിങ്ങൾ കയറണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം.